C D E F G. Until you see her, you'll agree. Zoom, 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 zoom. A B C D E F G. മേപ്പിൾ സിറപ്പ് ഇങ്ങനെ അടിക്കുമ്പോൾ പക്ഷെ പെട്ടെന്ന് ഇടിയാൻ നോക്കി കഴിഞ്ഞാൽ കട്ടിയാവും. ഇതിങ്ങനെ ഇടിക്കുമ്പോ കട്ടി വരും, പക്ഷെ ഇങ്ങനെ പിടിക്കുമ്പോ ജ്യൂസ് തരും. അതാണ് കോൺ സിറപ്പിന്റെ ഒരു മനസ്സിലായില്ലേ? അതായത് ഫോഴ്സ് വരുമ്പോ കോൺ സിറപ്പ് കട്ട് ചെയ്ത് പോകും. ഫോഴ്സ് ഇങ്ങനെ ആണെങ്കിൽ അതിനായി നമുക്ക് വേണ്ടത് ഇൻഗ്രീഡിയൻസ് കോൺ സ്റ്റാർച്ച് ഉണ്ട്, പിന്നെ കുറച്ച് വെള്ളമുണ്ട്. ഇത് എക്സ്പെരിമെന്റ് ആണ്. വേണ്ടത് കോൺ സിറപ്പ് ആയിരുന്നു, അതില്ല. പകരം സിറപ്പ് എന്ന് കേട്ടോണ്ട് മേപ്പിൾ സിറപ്പ് എടുത്ത് ഈ മേപ്പിൾ സിറപ്പ് എങ്ങനെ ഉണ്ടാക്കണമെന്ന് അറിയും. മേപ്പിൾ ലീഫാണ് നമ്മൾ ഈ റബ്ബറിൽ നിന്നൊക്കെ ഇത് ഇതാക്കല, അതുപോലെ മരത്തിന്ന് ബാക്കിന്ന് സാപ്പ് എടുക്കണം. അതിലേന്നല്ല നമുക്ക് ഇതിന്റെ പ്രോസസ്സിംഗ് കാര്യങ്ങളൊന്നും അറിയില്ല. നിങ്ങളിത് ഐസിലിട്ടിട്ട് അതിന് തിന്നത്തില്ല ആൾക്കാര്? മേപ്പിൾ കാൻഡി പോലെ ഞാൻ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ട്. സ്നോയിൽ ഇങ്ങനെ മേപ്പിൾ സിറപ്പ് ഒഴിച്ചിട്ട് ഒരു കമ്പ് വെച്ചിട്ട് ഇങ്ങനെ ചുറ്റി ചുറ്റിട്ട് മേപ്പിൾ കാൻഡി. ഞാൻ വേറെ വീഡിയോ ഉണ്ട്, കാശ്മീർ പോകുമ്പോ മറ്റേ മാസം ഒഴിച്ചിട്ട് ഇത്രയും അല്ലാണ്ട് ത്രെഡ് ആയിട്ട് മേടിക്കാൻ കിട്ടുന്നില്ല. ഇത് സേഫ് ആണ്, ഫുഡ് കളറിംഗ് ആണ്, നോ പ്രോബ്ലം. സെറ്റ് സെറ്റ് ഒരു തുള്ളി ഇടാൻ പാടുള്ളൂ എന്നാണ് യൂട്യൂബ് എണ്ണം പറഞ്ഞേക്കുന്നത്. ഇട്ടപ്പോഴത്തേക്കും കറുത്ത് പിന്നെ അത് ബർഗണ്ടിയല്ലേ കയ്യിലിട്ട് അത് ഇത്തിരി ഇട്ട് വയ്ക്ക്. ചിലപ്പോ കയ്യിലിടുമ്പോ വേറെ ആളാണെങ്കിലോ ഇല്ല കുറച്ചുകൂടെ ഒരു തുള്ളി വേറിലിടാൻ പാടുമായിരുന്നു. ചെറിയ അംശങ്ങൾ ബാക്കിയുണ്ട്. നിങ്ങൾ തന്നെ പറയുക ഇതാരാന്ന്, നിങ്ങൾ തന്നെ ഗസ് ചെയ്യുക. സസ്പെൻസ്. അതുപോലെ തന്നെ റെഡി ആവണെങ്കില് വേറൊരാൾ നിങ്ങക്ക് മൂക്കിലെ സാധനം കണ്ടാ മനസ്സിലാവും. പല്ലിലൊക്കെ ഇടാനാണ്. ഇങ്ങനെ എടുത്തിട്ടേ ഇങ്ങനെ കെട്ടാൻ ഞാൻ ബാക്കില് പോലെ ചോക്കറോലിരിക്കില്ലേ ഇവിടെ മറ്റേ എൻകാൻഡും ആണെങ്കിലല്ല കണ്ണടോ കണ്ണാടില്ല. ഇനി നമുക്ക് ചെറുക്കാൻ മുട്ടുക്കനാക്കണം. അതാ ഞാൻ പറഞ്ഞത്, വെള്ളം മിക്സ് ആക്കി വെക്കാലോ. നനഞ്ഞു പോലെ എന്റെ മുടി, അത് കുഴപ്പമില്ലേ? എനിക്കെന്താ കുഴപ്പം? നനഞ്ഞു പോയപ്പോ നമുക്ക് ഇത് ലുക്കാണ്. എന്നാ വൈറ്റ് പെയിന്റ് അടിക്കാം. നമ്മള് 10 മണി വരെ ഇങ്ങനെ ഇരിക്കുന്നോണ്ട് പെയിന്റ് അടിക്കാണ്ട് പെയിന്റിന് തല കൊടുക്കാം. പെയിന്റ് അടിച്ച ഇങ്ങനെ പോവ് കഴിയാതൊക്കെ എന്ത് പെയിന്റ് ഞാനും തരാൻ മുട്ട
ടെൻഷൻ പിന്നെ ഫാൻസിന്റെ എനിക്കെന്താ ഇപ്പൊ ടെൻഷൻ അല്ല ഞാൻ പുറത്തേക്ക് ഇറങ്ങുമ്പോഴേ പമ്പൂരെടുത്തോണ്ട് പക്ഷിരാജന വേണം. നമുക്ക് വൈറ്റ് ഇതടിക്കാം അതിനെയാണ് കാണിച്ചേക്കാം. എന്റെ മൂവ ചന്ദ്രലേഖ. പക്ഷെ ഇത് രണ്ട് സെയിം സൈസ്. മൂക്കുത്തി എന്തി ഇതാരാ നോക്ക് കേണൽ കാണലാന്ന് പറഞ്ഞത്. ഏത് കാണലാന്ന് അധികം തന്നെ ആട്ടുണ്ട് ഇപ്പൊ. ആവൂല, നീ അങ്ങോട്ട് കിടക്ക് നോക്കി. ആവൂല, തൊണ്ടരുത് പക്ഷെ തലയില്. ഇങ്ങനെ കാണിക്കാനൊന്നും നിൽക്കില്ല. ഇങ്ങനെ വെച്ച് ഇങ്ങനെ തന്നെ ഇരുന്നു. ഞാൻ ഫൗണ്ടേഷൻ ഒക്കെ ഇട്ട് ഓക്കെ കാണാൻ സുഖം. ഞാൻ ഐലാഷസ് ഒക്കെ വെച്ച് കൊടുത്തു. ശരിക്കും പറഞ്ഞു ഇപ്പൊ നിനക്കൊന്ന് തിന്നാണ്ട് ഒരു 5 മിനിറ്റ് ഇരിക്കാൻ പറ്റും. എന്റെ ബുദ്ധിയാണ് വിമാനം തന്നെ. പെണ്ണ് ചിക്കന് വേണ്ടിട്ട് പോയത്. You good as an old guy versus a young person. നിങ്ങൾ വിചാരിക്കും ഇത് വയസ്സായ പുള്ളിയാണെന്ന്, പക്ഷെ അല്ല. നിങ്ങൾ വെയിറ്റ് ചെയ്യണം. ഫുൾ കോസ്റ്റ്യൂമിൽ കാണുമ്പോൾ ഇപ്പൊ നിങ്ങൾക്ക് ആരാണെന്ന് മനസ്സിലായിട്ടുണ്ടാകും. യെസ്, ആരാണ് പറയൂ. എനിക്ക് ഈ ഷർട്ടില് മനസ്സിലാവില്ല, പക്ഷേ റേഡിയോ പിടിച്ച് വന്നാൽ ചിലപ്പോ മനസ്സിലാവും. ഇങ്ങനെങ്കിലും മുട്ടട്ടെ നിങ്ങളിത് കണ്ടിട്ട് ആരാന്ന് മനസ്സിലാക്കുക. ആ ഷർട്ട് കണ്ടിട്ട് മനസ്സിലാക്കുക. ഏത് ഫിലിമിലാണെന്ന് മനസ്സിലാക്കുക. ഞാനിത് കണ്ടില്ല. കഴുത്തിലിട്ടിരിക്കുന്ന സാധനം കണ്ടാൽ തന്നെ നിങ്ങക്ക് മനസ്സിലാവും. പക്ഷേ മറ്റേ സാധനങ്ങൾ വെക്കണം, മെയിൻ സാധനം വെക്കണം. അതാണ് മെയിൻ, അതില്ലെങ്കിൽ മനസ്സിലാവില്ല. തടി വരക്കണോ? ഫിഷിംഗ് ഇട്ടോ, ഫിഷിംഗ് ഫില്ലിംഗ് ഇട്ടു. ക്ലാസ് വെച്ചിട്ട് നടന്നുണ്ടോട്ടാ. ഏത് സൈഡിലെ പുള്ളിയുടെ ചരിവ്? ഇടതല്ലേ? ഇടന്തോളൊന്ന് മെല്ലെ ഇടന്തോളല്ലേ അതോ വലന്തോളാണോ? Matthew BGM Jailer. Matthew BGM from Jailer by Joel MJ from Spotify. എന്തൊക്കെ കാണണം മോനെ. മനസ്സിലായി. നമ്മുടെ ജയിലറിൽ നിന്നുള്ള മാത്യു കൂടെ ഉണ്ട്. മാത്യു 2 വാക്ക്. എന്താ മോനെ? നമ്മുടെ KFC അപ്പച്ചൻ വരുന്നുണ്ട്. നമ്മുടെ മൂവ റെഡി ആവുന്നേ ഉള്ളൂ. ഓക്കെ ഗൈസ്, നമ്മളപ്പോ എല്ലാവരും റെഡി ആയി കഴിഞ്ഞു. ഹാപ്പി ഹലോവീൻ.
എന്താ മോനെ പടങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഞാൻ കമന്റ് ചെയ്യൂ ഗൈസ്. എല്ലാവരും കമന്റ് ബിലോ. ആ അതെ കഴുത്തിൽ ബ്ലഡ്. ഒരു ബക്കറ്റ് മോനെ, കേസ് മോനെ, എടുക്കട്ടെ ഈ ലാലേട്ടന് വേണ്ടി ഒരു കമന്റ് മോനെ, ഒരു കമന്റ് ഒന്ന് പറയൂ മോനെ. രാജുവേട്ടന് വേണ്ടിട്ട് ഈ പോസ്റ്റ് ലൈക്കും കമന്റ് ചെയ്യുന്നവർക്ക് ഓരോ ബക്കറ്റ് KFC. അതെ ഈ ലാലേട്ടൻ ഇവന്റെ വക ലാലേട്ടൻ ഫ്രീ KFC.